मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। Okay, congratulations. നിന്റെ അച്ഛൻ 5-സ്റ്റാർ ഹോട്ടലിലെ തുടങ്ങിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. പക്ഷേ എനിക്കിപ്പോൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിലും പോയി ലഞ്ച് കഴിക്കാനുള്ള മൂഡില്ല. ഇത്രയും പൈസ മുടക്കി സ്വയം നാണം കെടുന്നത് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. സംശയമുണ്ടോ? അല്ല, അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? എല്ലാ കാര്യങ്ങളിലും കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ വേറെ ജോലിയൊന്നുമില്ലേ? ആ ജോലിയുണ്ടല്ലോ, ഒരുപാട് ജോലിയുണ്ട്. ഗാർഡൻ വൃത്തിയാക്കുന്ന ജോലിയുണ്ട്, അടുക്കളയിലോട്ട് സാധനങ്ങൾ വാങ്ങുന്ന ജോലിയുണ്ട്, സർവീസ് സെന്ററിൽ നിന്ന് കാർ തിരിച്ചുകൊണ്ട് വരണം. ഒന്നും മിണ്ടായിരിക്കണ കഴുതേ. നിങ്ങളുടെ സ്ഥിരം ജോലി മറ്റുള്ളവരെ കളിയാക്കലാണല്ലോ. മാത്രമല്ല അവന്മാർ എന്നെയാ കളിയാക്കുന്നത്. ഞാൻ 5-സ്റ്റാർ ഹോട്ടലിലേക്ക് ലഞ്ച് കഴിക്കാനെങ്കിലും വിളിച്ചു. ഇവർക്കാണെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലില് എത്ര സ്റ്റാർ ഉണ്ടെന്ന് പോലും ഒരു പിടിയില്ല. ഞാൻ അവരോട് സംസാരിക്കില്ലേ, പിന്നെ നീ എന്തിനാ എന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നേ? കിറ്റി, വേസ്റ്റ് കളയുന്നതൊക്കെ നമുക്ക് നഗരത്തിന്റെ പുറത്താകാം. ഞാൻ ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിന്ന് സർക്കസ് കാണാൻ പോകാം. എല്ലാവരും ആടികൈ. പക്ഷെ വേസ്റ്റുകളെ നഗരത്തിന്റെ പുറത്തെന്തിനാ പോകുന്നേ? വേസ്റ്റ് വണ്ടി ഇതാ ഇങ്ങോട്ട് വരില്ലേ? എന്റെ പൊന്നു ഹണി, ആദ്യത്തെ ലൈനങ്ങ് വിട്ടേക്ക്. സർക്കസ് കാണാൻ പോകാം. അത് കയറ്റിപ്പിടി. എല്ലാ ജോക്കേഴ്സും എന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇനി സർക്കസിൽ പുതുതായി ആരെ കാണാനാ? എടാ, ഈ കിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? ഇരുവർ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് മോഹൻലാലാ. കിറ്റി കുറച്ചു നാളുകളായിട്ട് നല്ല ദേഷ്യത്തിലാണ്. അതെ സാറേ, ഞങ്ങൾ ചോദിച്ചതേ കിറ്റിക്ക് എന്താ പറ്റിയെന്ന്. സാറിപ്പോ കവിത ചൊല്ലി കേൾപ്പിക്കുവാണോ? അവൾക്കൊരു പക്ഷെ സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ട് അപ്സെറ്റ് ആയിരിക്കുമായിരിക്കും. കിറ്റിയുടെ ഈ രോഗത്തിനുള്ള ചികിത്സ നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോ നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റുക? സാധാരണ ചികിത്സിക്കാറുള്ളത് ഡോക്ടർ ബാലു അല്ലേ? ഇവരോടൊന്നും മിണ്ടായിരിക്കാൻ പറ. ഇവനെ ഒരു സ്പീഡ് ബ്രേക്കറാ. ഇവൻ ചിലപ്പോ നമ്മുടെ ബുദ്ധിയുടെ സ്പീഡ് വരെ പറഞ്ഞ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സംശയമുണ്ടോ? കൂട്ടുകാരെ, നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും ഐഡിയ ആലോചിക്കാം. എന്നാവാ? കന്നാ സാറ് വരണമെന്നില്ല, ഈ ഹണി തന്നെ ധാരാളമാ. ഹണിയുടെ കൂടെ സാറും കൂടി വന്നാല് അത് ചിലപ്പോ ഞങ്ങക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ചേട്ടന്റെ ഡോഗിന്റെ പേരാണ് ബ്രൂണോ. ഇവന്മാർ എന്നെ പ്രശംസിച്ചതാണോ അപമാനിച്ചതാണോ? ഹണി, തുണി അലക്കുന്ന ബ്രഷ് എന്തിനാണ് നീ കൊണ്ട് ഈ സോഫയിൽ ഇട്ട് വെച്ചത്? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ ബ്രഷ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നല്ല ഓർമ്മയുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണമെന്ന്. അയ്യോ, ഈ ഹണിയുടെ മണ്ടത്തരത്തിന് ഒരു അറുതി ഇല്ലേ ദൈവമേ. ആദ്യം അവന്റെ കാര്യം കള. കിറ്റിയുടെ മൂഡ് ശരിയാക്കാനുള്ള വഴി നോക്കാം നമുക്ക്. ആലോചിക്ക്, കിറ്റിക്ക് എന്താണ് ഇഷ്ടമുള്ളത്? ഡോക്ലിയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. വാ, നമുക്കത് പോയി ഉണ്ടാക്കാം. എന്റെ സോർദാറെ, കഴിക്കുന്ന സംഭവം ഒന്നും വേണ്ട. കിറ്റിയുടെ മൂഡ് ശരിയാക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേഗം ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേ. എല്ലാവരും ചിന്തിക്ക്. നമ്മുടെ കിറ്റിയുടെ മൂഡ് നമ്മൾ ശരിയാക്കും. അവള് പിന്നെ സന്തോഷിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും. അവള് നമ്മളെ അവിടെ വീട്ടിലേക്ക് വിളിക്കും. പകുതിയെ കണ്ടുള്ളൂ, ഇടയ്ക്ക് പൂ കയറി വന്നു. ബാക്കി എന്താ? നീ കിറ്റിയെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. എടാ മരമാക്രികളെ, നീയൊക്കെ നിന്റെ ഈ നാടകം ഒന്ന് നിർത്താവോ? നാടകം, അഭിനയം, നാടകം, അഭിനയം, നാടകം, നാടകം. അടിപൊളി, നിന്റെ ഐഡിയ കൊള്ളാൻ പോപ്പട്ടെ. അഭിനയം അഭിനയിക്കുന്ന കിറ്റിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ അവളുടെ മുന്നിൽ ഒരു അടിപൊളി നാടകം കളിക്കും. അവൾ അത് കണ്ട് സന്തോഷിക്കും. എന്നാവാ, നമുക്കതിന് തയ്യാറാവാം. കിറ്റി, നീ ഒന്ന് പുറത്തേക്ക് വാ. ഇല്ല, ഫുട്ബോൾ മാച്ചിനിടയിൽ ആളുകൾ പറയും നിന്നെ കാണാൻ ആരാ വന്നിരിക്കുന്ന നോക്കിയേ. അടികൈ. ഇവരെന്നെ സമാധാനത്തോടെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലേ?
മാറി നിൽക്ക്. നിങ്ങൾക്ക് ഈ മിന്നുന്ന പൊന്ന് അതായത് സന്തോഷം ഈ രാധയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനാവില്ല. ഞാൻ തോമയെ പോലെയാണ്. ആട് തോമ. ഞാൻ ജാക്സൺ അല്ലേടാ. ഈ സന്തോഷം എനിക്ക് വേണം. ആരാ നീ? പേര് പറയുകയാണെങ്കിൽ നിന്റെ വലിയച്ഛനായിട്ട് വരും. എന്റെ പേരാണ് ജിഗ്നേഷ. അല്ല, ഒരു ഡോഗിന് എങ്ങനെ ക്യാറ്റിന്റെ വെല്ലിച്ചനായിട്ട് മാറാൻ പറ്റുക? ഞാൻ സ്നേഹം കൊണ്ട് പറയാ, വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ വെല്ലിച്ചിനെ ഞാൻ പപ്പടമാക്കി എടുക്കും. ഫ്ലാമിംഗോവിന് സന്തോഷമായി. ക്യാരക്ടറിൽ നിന്ന് മാറല്ലേ. ഹോളി എപ്പോഴാ ഹോളി? എപ്പോഴാ ഹോളി? ഇനിയും ടൈം ഉണ്ട് എന്റെ പൊന്നു ബാബ. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. ഒരു മിനിറ്റ് ബാബായി, ഞാനാണ്. ദാ നോക്ക്, $50. ഈ സന്തോഷം എനിക്ക് തന്നേക്ക്. ഞാനാണ് ബാബാ. ഔ, ക്രൈം മാസ്റ്റർ ലോബോ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാരും പോ. എടാ ലോബോ, വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഈ ഭിത്തിയിൽ ചവിട്ടി തേക്കും ഞാൻ. ഈ സന്തോഷം എന്റെ സ്വന്തമാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഓ പ്രിയ ഔ, എന്തൊക്കെ ചീട്ടാണെങ്കിലും സന്തോഷം എനിക്ക് വേണം. അത് ഇവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കേ. ഇങ്ങോട്ട് താടാ, എനിക്കത് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. ദാ നോക്ക്, എന്റെ കയ്യിൽ $50 ഉണ്ട്. താനാകെ 50 മാത്രം ഇട്ടുള്ള, ഒരു 100 ഇട്ടാലല്ലേ അതൊരു വെയിറ്റ് ആവൂ. എത്ര പേരുണ്ടായിരുന്നു പറയാ? ബെൽറ്റ് കൊണ്ട് അടിച്ച് പേടിപ്പിക്കലേടോ. ഇതേ തന്റെ കൊള്ള സംഖ്യതൊന്നും അല്ല. എന്റെ കോട്ടയ്ക്ക് അടുത്തുണ്ടൊരു കുന്ന് എന്നൊരിക്കലും പറയരുത്. ഫ്ലെമിൻഗോയ്ക്ക് സന്തോഷം ആയില്ല എന്ന്. ഏയ് ജിഗ്നേഷ, വേഗം തോക്കെടുക്ക്. എന്നിട്ട് ആ ഫ്ലമിംഗോയുടെ നെഞ്ചത്തെ നോക്കി ഉന്നപ്പിക്ക്. ഒരു വില്ലനായിട്ട് കവിത ചൊല്ലുന്നോ? അതെങ്ങനെയാണ് ഉന്നം പിടിക്കുന്നത്? ബന്ധം പറഞ്ഞു വരുമ്പോൾ ഞാനും അവന്റെ വലിയച്ഛനായിട്ട് തന്നെ വരും. മാത്രമല്ല എന്റെ പേരാണ് ജിഗ്നേഷ. എടോ നാട്ടുകാരുടെ വലിയച്ഛ, തന്റെ വിചാരം താൻ എല്ലാവരുടെയും വലിയച്ഛനെന്നാണോ? മര്യാദ എന്നില്ലെങ്കിൽ ഞാൻ കുതിരയെ പുറത്തിറക്കും. എന്താ പുറത്തിറക്കട്ടെ? കുതിരയെ ഓടിക്കുന്നത് ഈ ഡബ്ബർ സിംഗ് ആണ്. നിന്റെ കാലിന് ചലനശേഷി ഉള്ളിടത്തോളം നിനക്ക് നടക്കാൻ കഴിയും. അങ്ങനെ നടന്നാൽ മാത്രമേ സന്തോഷം പിടിച്ചു പറ്റാൻ കഴിയൂ. സന്തോഷം, ആ സന്തോഷം എനിക്ക് തരാതെ, അല്ലെങ്കിൽ തലമുടി ഞാൻ മാന്തി പറിച്ചെടുക്കും. അയ്യോ കൊച്ചളിയ, എനിക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഈ കഴുതയുടെ പകുതി കളിപ്പാട്ടങ്ങള് കൊച്ചളിയെടുത്തു. അയ്യോ, ക്രൈം മാസ്റ്റർ ലോബോ, ശരിക്കുള്ള വില്ലൻ ഞാനാണ്. ആ സന്തോഷം എനിക്ക് തന്നേക്ക്. ഭൂ. ഫ്ലേമിംഗോ സന്തുഷ്ടനായി. പഴയൊരു സിനിമ പാട്ടുണ്ട്, മെല്ലെ മെല്ലെ. കുറച്ചു നേരമെങ്കിലും ഫ്ലെമിൻഗോയെ സന്തോഷിക്കാൻ അനുവദിക്കാമായിരുന്നില്ലേ? ഈ സന്തോഷം എനിക്ക് തരൂ രാധേ. ഇതെനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനും സന്തോഷിക്കും, കൂടെ എന്റെ കുതിരയും സന്തോഷിക്കും. മനസ്സിലായോ? കുതിര ബാബയുടെ കയ്യിലുണ്ട്, പോയി സന്തോഷിപ്പിക്കേ. ഏയ്, നിനക്കെന്താ കുതിരയെ പേടിയില്ലേ? കുതിരയെ പേടിക്ക്. നീ എന്താ പേടിക്കാത്തത്? എന്റെ ദൈവമേ, ഇവനെ ഒന്ന് പേടിപ്പിക്ക്. എനിക്ക് സിംഹത്തിനെ പോലും പേടിയില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ കുതിരയെ പേടിക്കുന്നത്? ആ സന്തോഷം എനിക്ക് താ. എന്റെ ഹെയർ സ്റ്റൈൽ നീ നശിപ്പിക്കും അല്ലേടാ? മതി, ചിരിച്ച് എന്റെ വയറ് വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആക്ടിംഗ് ഉണ്ടല്ലോ വളരെ മോശം കേട്ടോ. പക്ഷെ നിങ്ങളുടെ മിമിക്രി ഉണ്ടല്ലോ
അത് വളരെ നന്നായിട്ടുണ്ട്. രാവിലെ എണീറ്റാ വൈകുന്നേരം വരെ ജോലിയാണ്. കിറ്റിയ പറഞ്ഞത് കറക്റ്റാ. ഞങ്ങളുടെയൊക്കെ ആക്ടിങ് വളരെ മോശമാണ്. പക്ഷെ എന്റെ എല്ലാ കൂട്ടുകാരും വളരെ നല്ലവരാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്ര എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. അതെ, സന്തോഷമൊക്കെ കറക്റ്റ് സ്ഥലത്തെത്തി. കൊച്ചലിയ, നമ്മൾ എത്ര മോശമായിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിലും കോമഡി വളരെ നന്നായിട്ടല്ലേ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ മിമിക്രി. അല്ല, നമ്മൾ ഒരിക്കലും കോമഡി ചെയ്യാറില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും അത് കോമഡി ആയിട്ട് മാറാറുണ്ട്. സംശയമുണ്ടോ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.